검은게 내 기억에 나타나 망치는데 생각해보면 다 거짓인데 왜 자꾸 생각나 미쳐만 가 억지로 숨쉬며 죽어만 가 현실을 버려나 썩어만 가 You ain't come back to me baby 머릿속까지만 발견한 ഇതാണ് നമ്മുടെ നായകൻ കെ. കെയെ നിങ്ങൾക്ക് കാമുകനെന്നോ കാലനെന്നോ കള്ളനെന്നോ വിളിക്കാം. കഥയിലെ ആദ്യ അധ്യായം. കോളേജിലെ ഫസ്റ്റ് ഇയർ. എനിക്കും ഒന്ന് പ്രേമിക്കണം. മോനെ, മനസ്സിലൊരു ലഡ്ഡു പൊട്ടേ. കുട്ടിയെ നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടിക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. എന്തേ? ആവൂ, രക്ഷപ്പെട്ടു. പിന്നെ പിന്നെ കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷം? കോളേജ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കാലിൽ വല്ല ആണിയുണ്ടോ? എന്താ ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നത്? കാലിൽ ആണിയില്ല, പക്ഷെ നല്ല ഹീലുള്ള ചെരുപ്പുണ്ട്. കുട്ടിയുടെ ഒരു തമാശേ. താങ്ക് യു. 4:10 ജിമ്മിൽ പോകാൻ സമയമായി. എന്റെ ഫോൺ നമ്പർ ഇതാണ്. അതെനിക്കെന്തിനാ? പിന്നെ ഒരു തമാശ. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എന്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ? അനുരാഗവചസ്സോ പാഴ്സ്വരമോ? അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? പൊന്തരിമണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാമൊഴിയാണോ? ചിറകടി ഉണരും ജില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ? ഹലോ. ഹലോ, എടാ, എന്താ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത്? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് ഭാവിയിൽ പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കാൻ വയ്യ. സമയം എത്രയെന്ന് അറിയോ? സമയം 11:30. എന്നാ മോൻ പോയി മൂത്രം ഒഴിച്ച് കിടന്നുറങ്ങിക്കോ. എടി, എന്നാ മോൻ പോയി മൂത്രം ഒഴിച്ച് കിടന്നുറങ്ങിക്കോ. പാഠം 1. ഒരു വിലാപം. അവന്റെ ഒന്നാം പ്രണയം പൊട്ടിത്തകർന്നു. പുത്തൻ പ്രതീക്ഷകളുമായി അധ്യായം 2ലേക്ക്. ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് അങ്ങോട്ട് വരൂ.
എടാ ഇത് LHL ഒരു ആരാധിക നിനക്കെഴുതിയ കത്ത. എനിക്കോ? അതാരാണ്? പോയി വായിച്ചു നോക്ക്. വേണേ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ വഴി അറിയാം. എടാ എനിക്കോ നമ്മളെ കാണണല്ലോ. ഇത്ര പെട്ടെന്ന് കാണണോ? കൊറേ കാലമായില്ലേ, പ്ലീസ് എടാ. നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അവള് നിന്നെ കാണാൻ പൂവായിട്ട് വരും. ആ ഉറപ്പായിട്ടും വരും. അപ്പൊ ശരി എന്നാ. ശരി. എടാ അവളെവിടെയാ? ഇത്രയും നാളെ നിനക്ക് വേണ്ടി ലെറ്റർ എഴുതിയത് ഞാനാണ്. അയ്യോ, അത് പറ്റത്തില്ല. എന്റെ സങ്കല്പങ്ങൾ, അത് പറ്റത്തില്ല. നീ അങ്ങനെ പറയരുത്. നീ എന്നെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ നായകന് കൺഫ്യൂഷൻ. ഇവളെ അക്സെപ്റ്റ് ചെയ്യണോ വേണമോ വേണ്ടയോ, വേണമോ വേണ്ടയോ, വേണമോ വേണ്ടയോ? അവസാനം അവൻ തീരുമാനിക്കുന്നു, ഇവളെ അക്സെപ്റ്റ് ചെയ്യാം. ഒരു കാര്യം പറയാനുണ്ട്. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. എല്ലാം ഒരു തമാശയായിരുന്നു. LHL ഡു ഓർ ഡൈ കളിച്ചപ്പോ എനിക്ക് കിട്ടിയ പണിയാ. എനിക്ക് നിന്നെ ഒരു മൂത്ത സഹോദരനെ പോലെ മാത്രം. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയും. പാഠം 2. വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ. 1 പഠിച്ചാൽ 3. അധ്യായം 3. എടാ നീ ഇങ്ങനെ ഡെസ്പാകാതെ. നീ ഒരു കാര്യം മനസ്സിലാക്ക. പ്രണയം ഒരു കലയാണ്. അതിനൊരു നാക്കുണ്ട്. അത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. നാളെ ഞാൻ നിനക്കൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ? എടാ അവള് വരുവോ? എടാ ആക്രാന്തം കാണിക്കാതെ. അവൾ വരും. ഇന്ന് ക്ഷമിക്കേ. ആക്രാന്തം അത് പ്രണയത്തിൽ പാടില്ല. ഹായ് കെ, എപ്പ എത്തി? ആ ഹായ്. ഹലോ, ഇവനിതെവിടെ പോന്നു? ആ വല്ല പെണ്ണും വിളിച്ചായിരിക്കും.
അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മൊഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം അനിലേ, ആ ഞാൻ പറയാൻ പോവാ. എന്ത്? എടാ, അവളെ ഇഷ്ടമാണെന്ന് ഞാനങ്ങ് പറയാൻ പോവാ. വാവ്, കൺഗ്രാറ്റ് അളിയാ. കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്നും മറക്കരുത് കേട്ടോ. എന്തു മറക്കാൻ, ഇയാളൊക്കെ അല്ലേ വലിയ പുള്ളികള്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഓ ശരി. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ അതെ, എനിക്ക് അനിലിനെ ഭയങ്കര ഇഷ്ടവും. ഒന്ന് ശരിയാക്കി തരുമോ? പാഠം 3. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. से दिल जो लगाया तो जहां मैंने पाया कभी सोचा न था ये मिलों दूर होगा साया क्यों खुदा तूने मुझे ऐसा ख्वाब दिखाया जब हकीकत में उसे तोड़ना था ആപാരതീരം ഏകാന്തതയുടെ ആപാ